ഡോക്ടർ പറഞ്ഞ ഡോക്ടർ 50ാമത്തെ വയസ്സിലാണ് ഓസ്ട്രേലിയൻ ഡിഫൻസിലേക്ക് വരുന്നത്. നമുക്കൊക്കെ പല സമയത്തും പല മോറൽ ഇഞ്ചുറി വരാറുണ്ടല്ലോ. ഫസ്റ്റ് ഇന്ത്യൻ ഹിന്ദു ഫീമെയിൽ ചാപ്ലിൻ ക്യാപ്റ്റൻ ഓസ്ട്രേലിയൻ ഡിഫൻസ് ഫോഴ്സ്. കാമ, ക്രോധ, മോഹ, ലോഭം ഇതെല്ലാം മനുഷ്യർക്കുമുള്ള ഒരേ വികാരങ്ങളാണ്. ഒരു ലേഡി ആയിട്ടുള്ള ആൾക്കാരെ, മെൻ ഡോമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, നിങ്ങൾ കമ്മ്യൂണിറ്റിയും ഈ കൺട്രിയിലോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ലുക്ക് അപ്പ് കരിയർ ഇൻ ഡിഫൻസ് ആൻഡ് ഫുള്ളി ഫണ്ടഡ് ആണ്. ആൻഡ് ഫുൾ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് വിത്ത് സാലറിയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാൻസ് കിട്ടുന്നത്. അപ്പോൾ ഡോക്ടറൊക്കെ വെടിവെക്കാനൊക്കെ പഠിപ്പിക്കും. ഇത് കേൾക്കുന്നവരെല്ലാം ഇരിക്കുകയോ പട്ടാളത്തിൽ ചേർന്ന ഉടനെ ഇതിൽ പോകണം അങ്ങനെയല്ല. ഫ്രണ്ട് ലൈനിൽ പോകുന്നവരുമുണ്ട്, പിന്നെ ബാക്ക് എൻഡിലുള്ളവരുമുണ്ട്. ഇപ്പം ലോജിസ്റ്റിക്സ്, എൻജിനീയറിങ്, അതിലെല്ലാവർക്കും ഒന്നും ഫ്രണ്ട് ലൈനിൽ പോകേണ്ട കാര്യമില്ല. ആ സമയത്ത് ഇപ്പോൾ ഒരു നഴ്സ് ആണെങ്കിൽ ദേ വിൽ ബി ഓൺ ഫ്രണ്ട് ലൈൻ. ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിലും ഫ്രണ്ട് ലൈനിൽ പോകണ്ട, അവർ മെഡിക്കൽ ഫെസിലിറ്റിയിലായിരിക്കും. പേടിച്ചിട്ട് ആരും ചെയ്താണ്ടിരിക്കണ്ട. അതെ അതെ അതെ, ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഞാൻ ഓസ്ട്രേലിയയുടെ കൂടെ നിൽക്കുന്നത് അങ്ങനെ ഒരു ധാർമ്മിക ബുദ്ധിമുട്ട് പറഞ്ഞു. ഓൾറെഡി യു ആർ ഇൻ എ ഗുഡ് ജോബ്, യു ഹാപ്പി ഇൻ യുവർ ജോബ്, ബട്ട് യു വോണ്ട് ടു കോൺട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ യു ക്യാൻ ഗോ ഇൻ ടു റിസർവ്. ജെൻഡർ, സെക്കൻഡ് തിങ് മൈഗ്രൻറ്റ്, ഫസ്റ്റ് ജനറേഷൻ മൈഗ്രൻറ്റ്. ബിക്കോസ് എൻ്റെ ആക്സെൻറ്റും ഡിഫറെൻ്റ് ആണ് കമ്പയർഡ് ടു ദ ഓസി ആക്സെൻറ്റ്. നമ്മൾക്ക് ആദ്യം നമ്മളിൽ വിശ്വാസം ഉണ്ടാവണം. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു ട്രെയിനിങ് നമുക്ക് ലോകത്ത് എവിടെ ട്രെയിനിങ് കിട്ടില്ല. റെസിലിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ റെസിലിയൻസ് തന്നെയാണ് നമ്മളൊരു മൈഗ്രൻ്റ് ആകുമ്പോൾ നമുക്കുണ്ടാകുന്ന സക്സസ്സും ആ റെസിലിയൻസ് ആണ്. നമസ്കാരം. നമ്മൾ ഏകദേശം റിട്ടയർ ചെയ്യേണ്ട സമയത്ത് എത്രയും പെട്ടെന്ന് റിട്ടയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ സ്മൃതി കൃഷ്ണയാണ്. റിട്ടയർ ചെയ്യേണ്ട സമയത്ത് ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് ഓസ്ട്രേലിയൻ ഡിഫൻസ് ഫോഴ്സിൽ ഇന്ത്യൻ ഹിന്ദുവായിട്ടുള്ള ലേഡി എൻ്റെ ചാപ്പലിനായി മാറിയിരിക്കുകയാണ്. നമുക്ക് ഡോക്ടർ സ്മൃതി കൃഷ്ണയോട് ചോദിക്കാം, എന്താണ് ഈ പാത്തിലേക്ക് വരാനായിട്ടുള്ള കാര്യം. സ്മൃതി നമസ്കാരമുണ്ട്. റിട്ടയർ ചെയ്യേണ്ട സമയത്ത്, അതെ, 50ാമത്തെ വയസ്സിൽ എല്ലാവരും റിട്ടയർമെന്റിനെ പറ്റി ചിന്തിക്കുന്ന ഒരു സമയത്താണ് ഒരു അവസരം മുന്നിൽ വന്നത്. ഡോക്ടർ ഒരു റിസർച്ചറാണ്, ഒരു സയൻസുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നയാളാണ്. പക്ഷേ ഈ ചാപ്പലിൻ എന്ന് പറയുന്ന ജോലി ഒരു സ്പിരിച്വലുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നതാണ്. അപ്പം ഈ സയൻസിൽ നിന്ന് സ്പിരിച്വാലിറ്റിയിലേക്ക് എങ്ങനെ ചാടാനായിട്ട് സാധിച്ചു? പലരും വിചാരിക്കുന്നത് നമ്മൾ സയൻസ് ഫീൽഡിലേക്ക് പോകുമ്പോഴത്തേനും നമ്മൾ ഏത്തിസ്റ്റ് ആവും, ദൈവവിശ്വാസം തീരെ ഇല്ലാണ്ടാവും എന്നാണ് പലരുടെയും വിശ്വാസം. പക്ഷേ എനിക്ക് ഒരുപക്ഷെ മറിച്ചാണ്. ഞാൻ നാട്ടിൽ റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ PhD കഴിഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ഡോക്ക് ചെയ്തു. US-ലും UK-ലും ഒക്കെ എൻ്റെ ട്രെയിനിങ് കഴിഞ്ഞു. ഞാൻ ദുബായിലൊരു 6-7 വർഷം അവിടെ വർക്ക് ചെയ്തു. പിന്നെ ഞാൻ പോസ്റ്റ് ഡോക്കിന് ഇവിടെ ഓസ്ട്രേലിയയിൽ വന്നു. അങ്ങനെയാണ് ഞാൻ ഓസ്ട്രേലിയയിൽ എത്തിയത്. അപ്പോഴൊക്കെ ഞാൻ ജെനറ്റിക്സ് ആണ് പഠിച്ചത്, മോളിക്കുലർ ബയോളജിയും ജെനറ്റിക്സ് ആണ് പഠിച്ചത്. അപ്പം കൂടുതൽ നമ്മൾ ആ ജീൻസ് കൊണ്ട് നമുക്കുണ്ടാവുന്ന, ആ ജീൻസിൻ്റെ എക്സ്പ്രഷൻ കൊണ്ട് സ്വഭാവത്തിലുണ്ടാവുന്ന മാറ്റങ്ങൾ, നമ്മുടെ ലൈഫിലുണ്ടാവുന്ന മാറ്റങ്ങൾ, അസുഖങ്ങൾ. ഞാൻ ക്യാൻസറിലാണ് PhD ചെയ്തത്. അപ്പം കൂടുതൽ അതിലേക്ക് ആഴത്തിൽ പോകുന്തോറും കൂടുതൽ നമുക്കറിയാത്ത ഒരുപാട്, നമ്മൾ സയൻസ് ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ട് പോലും നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇനിയും അറിയാനുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പിന്നെ അതിൻ്റെ കൂടെ നമുക്കൊരു വണ്ടറാണ്. നമ്മൾ ദ മോർ യു ഗോ ഡീപ്പർ ഇൻ ടു സയൻസ്, ഒരു ബിഗ് വണ്ടറാണ്. നമ്മളുടെ കൺട്രോൾ ഇല്ലാത്തതും നമ്മളുടെ ബിയോണ്ട് ആയിട്ടുള്ളൊരു ശക്തി ഉണ്ട് എന്നുള്ളത്. അങ്ങനെയാണ് സ്പിരിച്വാലിറ്റി അതേപോലെ തന്നെ സ്ട്രോങ് ആയിട്ട് വന്നത്. കാരണം എനിക്ക് തോന്നുന്നു സ്പിരിച്വാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ സയൻസ് ഉണ്ടാകുന്നതിന് മുമ്പ് സ്പിരിച്വാലിറ്റി ഉണ്ടായിരുന്നല്ലോ. ഒരുപക്ഷെ ഒരു നല്ല സ്പിരിച്വാലിറ്റി ഒരിക്കലും ഒരു സയൻസിനെ തള്ളിപ്പറയേണ്ടത്, ഒരു നല്ലൊരു സയൻസ് ഒരിക്കലും സ്പിരിച്വാലിറ്റി തള്ളിപ്പറയേണ്ട കാര്യമില്ല. കാരണം രണ്ടുപേർക്കും ഒരുമിച്ച് പോകാൻ സാധിക്കുന്ന ഒരു മേഖല തന്നെ. പക്ഷേ ഈ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഡോക്ടർ 50ാമത്തെ വയസ്സിലാണ് ഡിഫൻസിലേക്ക് വരുന്നത്, ഓസ്ട്രേലിയൻ ഡിഫൻസിലേക്ക്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ, കേരളത്തിൽ ജനിച്ചു, പഠിച്ചു, വളർന്നു. ഡിഫറെൻറ്റ് ലാംഗ്വേജാണ്. മലയാളമാണ് നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ്. ഒരു മൈഗ്രൻ്റ് ആണ് ഇവിടെ. അതേപോലെ തന്നെ നമുക്ക് പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, ശരീരവേദന, മുട്ടുവേദന, കാലുവേദന എല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ കൾച്ചറൽ ഡിഫറൻ്റ് ആണ്. കൾച്ചറൽ മാത്രമല്ല നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ളത്, നമുക്ക് ഇവിടെയുള്ള ആൾക്കാരെ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡോക്ടർ പറഞ്ഞ പോലെ ഡോക്ടർ ഒരു ഹിന്ദുവായിട്ടുള്ള വ്യക്തിയാണ്. കൂടുതൽ ഇവിടെ ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ എത്തിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവരെയൊക്കെ നമുക്ക് എങ്ങനെയാണ് സ്പിരിച്വലി സഹായിക്കാനായിട്ട് സാധിക്കും എന്ന് ഡോക്ടറിന് എന്നും മനസ്സിലായി. അത് എന്താ, കാരണം അതൊരു ഡിഫറെൻറ്റ് സ്റ്റെപ്പാണ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് 2-3 ചോദ്യങ്ങളാണ് ഒരു ചോദ്യത്തിനകത്ത് കമ്പൈൻ ചെയ്തത്. ഒന്ന്, നമ്മുടെ അപ്ബ്രിങ്ങിങ്.
നമ്മൾ എങ്ങനെയാണ് വളർന്ന സാഹചര്യങ്ങൾ നമ്മളുടെ പേഴ്സണാലിറ്റി എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളതാണ് അതിലൊരു ആസ്പെക്റ്റ്. രണ്ടാമത് ആ പേഴ്സണാലിറ്റി നമ്മൾ വേറൊരു മൈഗ്രൻ്റ് കമ്മ്യൂണിറ്റിയിൽ വന്നിട്ട് നമ്മൾ അതെങ്ങനെ അവിടെ പ്രാവർത്തികമാക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. പിന്നെ എൻ്റെ കൂടെ മൂന്നാമത്തെ ചോദ്യമാണ് ഈ ഏജ് അല്ലെങ്കിൽ ജെൻഡർ അല്ലെങ്കിൽ റിലീജിയസ് ബിലീഫ് എന്നുള്ളത്. അപ്പം ഞാൻ അതിൽ ആ 3 ചോദ്യങ്ങൾ 3ആയിട്ട് ഒന്ന് തിരിച്ചിട്ട് ഞാൻ പറയാം. അപ്പം ആദ്യം നമ്മുടെ അപ്ബ്രിങ്ങിങ്. അപ്പോൾ കേരളത്തിലാണ് ഞാൻ പഠിച്ചത്. പിന്നെ കിൻഡർ ഗാർഡൻ മുതൽ PhD വരെ കേരളത്തിനുള്ളിൽ തന്നെ ചെയ്യാൻ പറ്റി എന്നുള്ളത് വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ പറയുന്നത്. കാര്യം പലരുടെയും ഇപ്പം നമ്മളുടെ നാട്ടിലുള്ളൊരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഡിഗ്രി കഴിഞ്ഞിട്ട് തന്നെ, പണ്ടൊക്കെ മാസ്റ്റേഴ്സിനും PhDക്കും ആയിരുന്നു പുറത്ത് പോകുന്നത്. ഇപ്പോൾ ഡിഗ്രി കഴിയുമ്പം തന്നെ അങ്ങ് പുറത്ത് പോകണം എന്നുള്ള, ഹയർ സ്റ്റഡീസിന് പുറത്ത് പോകണം എന്നുള്ള ഒരു ഇതാണ്. അപ്പം ഈ കാണുന്ന പ്രേക്ഷകരടുത്തും എനിക്ക് പറയാനുള്ള ഇതാണ്, നമ്മൾ എവിടെ പഠിക്കുന്നു എന്നുള്ള ഒരു പരിധിവരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതിനേക്കാൾ നമ്മൾ എങ്ങനെ പഠിക്കുന്നു, നമുക്ക് കിട്ടുന്ന അറിവിനെ നമ്മളെങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിലും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ജിൽസിൻ്റെ ഈ പോഡ്കാസ്റ്റ് നാട്ടിൽ കേൾക്കുന്ന കുട്ടികളും ഉണ്ടാവും. ചിലപ്പം പല കുട്ടികൾക്കും പുറത്ത് പോയി പഠിക്കാനുള്ള സാമ്പത്തിക എന്താ പറയുക, ഒരു ഭദ്രത ഇല്ലാത്ത ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളുടെ സാഹചര്യങ്ങളെ അപ്പുറത്തേക്ക് നമുക്ക് വളരാനായിട്ട് നമ്മുടെ കഴിവുകളെ നമുക്ക് യൂസ് ചെയ്യാം. അല്ലാതെ ഇപ്പോൾ എല്ലാവരും ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും പഠിച്ചിട്ട് തന്നെ ഇന്നടുത്ത് വരണം എന്നില്ല. ബട്ട് നമുക്ക് കിട്ടുന്ന സാഹചര്യങ്ങൾ നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് നമുക്കത് പുഷ് ചെയ്യാനായിട്ട് എങ്ങനെ പറ്റും എന്നുള്ളത് നോക്കുക. അങ്ങനെയുള്ള ഈ 2 ആസ്പെക്ട്സ് ആണ് ഞാൻ ആദ്യം മുതലേ ശീലിച്ചത്. ബിക്കോസ് എൻ്റെ അച്ഛൻ UK പഠിച്ചതാണ്. എനിക്ക് വേണമെങ്കിൽ പുറത്ത് പോയി പഠിക്കാമായിരുന്നു. പക്ഷേ അച്ഛന് നിർബന്ധമായിരുന്നു, പൈസ കൊടുത്തുള്ള ഒരു പരിപാടിയില്ല, മെറിറ്റിൽ ചെയ്യാൻ പറ്റുന്നെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യാന്നുള്ളത്. അപ്പോൾ അത് ഞാനൊരു അഭിമാനമായിട്ട് പറയണം. ഇപ്പോൾ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ നമ്മളുടെ സാധാരണ ഒരു സ്കൂളിൽ അല്ലെങ്കിൽ കോളേജിൽ, ഞാൻ കേരള യൂണിവേഴ്സിറ്റി പഠിച്ചതാണ്, PhD വരെ കേരള യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ സാഹചര്യങ്ങൾ നമുക്ക് ഒരു പരിധിവരെ കംപ്ലൈൻറ്റ് ചെയ്യാം. പക്ഷേ ആ സാഹചര്യങ്ങളെ നമ്മൾ എങ്ങനെ നമ്മളുടെ ഒരു സ്ട്രെങ്ത് ആയിട്ട് മാറ്റുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയത്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു ട്രെയിനിങ് നമുക്ക് ലോകത്ത് എവിടെ പോയാലും കിട്ടില്ല, ആ റെസിലിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ റെസിലിയൻസ് തന്നെയാണ് നമ്മളൊരു മൈഗ്രൻ്റ് ആകുമ്പോൾ നമുക്കുണ്ടാകുന്ന സക്സസ്സും ആ റെസിലിയൻസ് ആണ്. നമ്മൾ എന്താ പറയുക, ബ്രോയിലർ കോഴികളെ പോലെ നമ്മൾ ഒരേപോലെ പഠിച്ച് അങ്ങനെയല്ലല്ലോ നമ്മൾ വരുന്നത്. അപ്പോൾ ഞാൻ അവിടുന്ന് പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ ഒരു 13 വർഷം ഞാൻ റീജിയണൽ ക്വീൻസ്ലാൻഡിലായിരുന്നു, ടൗൺസിൽ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തായിരുന്നു. ഒരുപക്ഷെ എൻ്റെ മൈഗ്രൻ്റ് ഒരു സ്റ്റോറിയിലൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ അതാണെന്ന് പറയാം. കാര്യം ഓസ്ട്രേലിയ മൈഗ്രേഷൻ എൻ്റെ ആ ഒരു ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് ഞാൻ വന്നത്. 2009 ഞാൻ US പോകേണ്ടതായിരുന്നു. എനിക്ക് ഗ്രീൻ കാർഡ് എല്ലാം ഹോൾ ഫാമിലിക്ക് കിട്ടിയതാണ്. പക്ഷേ ഒരു 1 ഇയർ ഗ്യാപ്പ് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്ഥലം കാണാൻ വേണ്ടി വന്നതാണ്. അപ്പം ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഞാനിവിടെ ഒരു 1 ഇയറേ ഉണ്ടാവുള്ളൂ, അതിനുശേഷം ഐ എം ഗോയിങ് ടു US, ബിക്കോസ് എനിക്ക് ജോബും വിസ, ഗ്രീൻ കാർഡ്, ഹോൾ ഫാമിലിക്ക് എല്ലാം റെഡിയായിരുന്നു. പക്ഷേ ഇവിടെ ടൗൺസിൽ വന്നപ്പോൾ ഞാൻ 2009 വന്നത്. വളരെ ഒരു ബിഗിനിങ് ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു. അപ്പോൾ ഒന്നുമില്ല, നമുക്ക് ഒരു മൈഗ്രൻറ്റിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഒന്നുമില്ല, മൾട്ടികൾച്ചറൽ കമ്മ്യൂണിറ്റിക്കും ആവശ്യമായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഇല്ല. എല്ലാവരും നമ്മളെ ഭയത്തോടു കൂടി കാണുന്ന ഒരു സമയമാണ്. ഈ മലയാളി ഒന്നുമില്ല. അപ്പോൾ കോൾസിൽ പോലും ഒരു ഇന്ത്യൻ സെക്ഷൻ പോലും ഇല്ല, ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് പോലും അവിടെ ഇല്ല. പിന്നെ ഒരു 2011 മുതലാണ് ഒരു മലയാളികളുടെ ഒരു ഇൻഫ്ലക്സ് UK നിന്നും അയർലൻഡിൽ നിന്നൊക്കെ അങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ അതുവരെ വളരെ കുറച്ച് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പോൾ ഒരു നിർബന്ധിതമായി നമ്മളവിടെ ഓരോ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യണം, നമ്മൾ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ മുൻകൈ എടുത്തില്ലെങ്കിൽ അവിടെ ഉണ്ടാവില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് അങ്ങനെ അവിടെ ചെയ്യേണ്ടി വന്നത്. അപ്പം അതൊരു പാത്വേ ആയി നമുക്ക് എന്താ പറയുക, ഒരുപാട് മൾട്ടികൾച്ചറൽ സ്പേസിൽ, ബിക്കോസ് ഞാൻ യൂണിവേഴ്സിറ്റിയായിട്ട് അഫിലിയേറ്റഡ് ആയിരുന്നു, അതുകൊണ്ട് ഞാൻ മെഡിക്കൽ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നത്, ലെക്ചറിങ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഡൂയിങ് മൈ റിസർച്ച്. അപ്പം സ്കൂളുമായിട്ടും അല്ലെങ്കിൽ ഹോസ്പിറ്റലായിട്ട് പിന്നെ യൂണിവേഴ്സിറ്റി ആൻഡ് കമ്മ്യൂണിറ്റി ആയിട്ട് നല്ലൊരു കണക്ഷൻ എനിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റി. അങ്ങനെ ആ ഒരു മൈഗ്രൻ്റ് ഗ്രൂപ്പ്സിനെ കൊണ്ടുവരാനും, മൈഗ്രൻ്റ് ആയിട്ട് മാത്രമല്ല, കാര്യം ഒരുപാട് നമ്മുടെ മലയാളികളുടെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടേതായ പോക്കറ്റ്സിൽ നമ്മൾ ഒതുങ്ങിക്കൂടുകയാണ്. നമ്മൾ മെയിൻ സ്ട്രീം കമ്മ്യൂണിറ്റി ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ കുറച്ചൊരു വിമുഖതയുള്ള നമ്മളുടേതായിട്ടുള്ള സേഫ് സ്പേസിൽ ഇരിക്കുന്ന ആൾക്കാരാണ് മലയാളികൾ പൊതുവെ. അപ്പം ഞാൻ പ്രോബ്ലി എൻ്റെ അപ്ബ്രിങ്ങിങ് അങ്ങനെ അല്ലാത്തതുകൊണ്ടായിരിക്കാം ഞാൻ
കൂടുതൽ ഞാൻ ഇൻ്റഗ്രേഷൻ ആണ് ഞാൻ അവിടെ മുതൽ ഞാൻ ശ്രമിച്ചത്. മൾട്ടി കൾച്ചറൽ ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ മൾട്ടി റിലീജിയസ് മൾട്ടി ഫെയ്ത്ത് സ്പേസിൽ അങ്ങനെ ഒരു 13 വർഷം അവിടെ വർക്ക് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പറ്റി ആ സ്പേസിൽ. അതായിരിക്കണം ഒരു അടിത്തറ ആയത്. അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ മെൽബണിലേക്ക് മാറിയിട്ട് ഡിഫൻസിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോഴും എനിക്ക് വലിയൊരു വ്യത്യാസമായിട്ട് തോന്നിയില്ല. ബിക്കോസ് ഐ വാസ് സോ കംഫർട്ടബിൾ ബീങ് ഇൻ ദാറ്റ് മൾട്ടി കൾച്ചറൽ സ്പേസ് ദാറ്റ് എനിക്ക് ഈസി ആയിരുന്നു ഡിഫൻസിൻ്റെ ആ ഒരു ഇതിലും. അതും ജിൻസ് നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ ഫസ്റ്റ് ഒരു ഹിന്ദു ആയിട്ട് ഒരു ക്രിസ്ത്യൻ അല്ലെങ്കിൽ ഏത്തീസ് ഡൊമിനേറ്റഡ് ആയിട്ടുള്ള സ്പേസിൽ എങ്ങനെയെന്ന് പറയുമ്പം എല്ലാ റിലീജിയൻ്റെ അണ്ടർലൈങ് സ്പിരിച്വാലിറ്റി സെയിം തന്നെയാണ് അല്ലേ. നമ്മൾ ഏത് റിലീജിയൻ എടുത്താലും അതിൻ്റെ സ്പിരിച്വൽ ആസ്പെക്ട് സെയിം ആണ്. കാര്യം നമ്മൾ നല്ലൊരു ഹ്യൂമൻ ബീങ് ഹോൾസം ആയിട്ട് എങ്ങനെ നല്ലൊരു വ്യക്തിയായിട്ട് നമ്മൾ മറ്റൊരാളെ സ്നേഹിക്കാം, സഹായിക്കാം, ഈ വേൾഡിന് കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്നുള്ളതാണ് എല്ലാ റിലീജിയൻ്റെയും ഫണ്ടമെന്റൽ ആയിട്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്പിരിച്വൽ സ്പേസിലാവുമ്പോൾ ഇറ്റ് ഡസൻറ്റ് മാറ്റർ വെദർ യു ടോക്കിംഗ് ടു എ ക്രിസ്ത്യൻ ഓർ എ ജ്യൂ. അതല്ല, ഇതൊന്നും ബിലീഫ് ഇല്ലാത്തൊരു ഏത്തിസ്റ്റ് ആണെങ്കിലും നമുക്ക് നന്നായിട്ട് നമുക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് റിലീജിയന്റെ ബേസിസിലല്ല, നമ്മൾ ഡോക്ട്രിൻ അല്ലെങ്കിൽ അതിന്റെ ബേസിസിലല്ലല്ലോ നമ്മൾ ഡീൽ ചെയ്യുന്നത്. നമ്മൾ പിന്നെ എല്ലാ മനുഷ്യരുടെയും വികാരങ്ങളും വിചാരങ്ങളും ഫണ്ടമെന്റലി സെയിം ആണ്. നമുക്കുണ്ടാവുന്ന വിഷമങ്ങൾ അല്ലെങ്കിൽ എന്താ നമ്മൾ പറയത്തില്ലേ ഹേർട്ട് ഫുൾ ആയിട്ടുള്ള ഫീലിംഗ്, അതെല്ലാം എല്ലാ സംസ്കാരങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും സിമിലർ തന്നെയാണ്. അപ്പം ആ ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ നമുക്ക് വലിയൊരു സ്പേസിന് എന്താ പറയുക നമ്മൾ വർക്ക് ചെയ്യുന്ന സ്പേസിന് വലിയൊരു ഡിഫറൻസ് എനിക്ക് തോന്നിയിട്ടില്ല. ഈ ഡിഫൻസിലുള്ള ആൾക്കാർ വളരെ ടഫായിട്ടുള്ള ആൾക്കാരാണ്. അതെ അതെ. അവർക്ക് അവർ ടഫിൽ കൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ സോൾവ് ചെയ്യുന്നതാണോ നിങ്ങളുടെ മെയിൻ പരിപാടി? അതോ ജിൻസ് പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്, ഡിഫൻസിലുള്ളവർ ടഫായിട്ടുള്ള ആൾക്കാരാണ് എന്നുള്ളത്. അത് ടഫ് ആക്കുകയാണ്. അപ്പം പലരും ഇപ്പം ഒരാൾ വരുമ്പോൾ ഒരാൾ ഡിഫൻസിൽ ജോയിൻ ചെയ്യുന്നത് ചിലപ്പോൾ ഒരു എഞ്ചിനീയർ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു എന്താ പറയുക സിഗ്നൽസ് ഇപ്പം IT ഇതിൽ അല്ലെങ്കിൽ ഒരു സോൾജറായിട്ട് വരുന്ന എല്ലാവരും ഫണ്ടമെന്റലി ടഫ് അല്ല. ബട്ട് ദ ട്രെയിനിങ് പ്രോസസ്സ് അത് അവർ ടഫ് ആക്കുകയാണ്. പക്ഷേ അടിസ്ഥാനമായിട്ടുള്ള വികാരങ്ങൾ അപ്പോഴും സെയിം തന്നെയാണ്. ഹർട്ടും ബിട്രയലും എല്ലാം ഉണ്ടാകുമ്പോഴും, അതുപോലെ മോറൽ ഇഞ്ചുറി, നമുക്ക് ഇഷ്ടമില്ലാത്ത നമ്മളുടെ ഫണ്ടമെന്റൽ ബിലീഫിന് എതിരെയായിട്ട് ഒരു കാര്യം നമുക്ക് ചെയ്യേണ്ടി വരിക, എത്തിക്കലി ഓർ മോറലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മോറൽ ഇഞ്ചുറീസ് സെയിം അപ്പോൾ അത് എത്ര ടഫ് പേഴ്സൺ ആണെങ്കിലും ആ ഇഞ്ചുറി ഉണ്ടാവും. അപ്പം അതിൽ ആ സ്പേസിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്താ പറയുക സൈക്കോളജിക്കൽ ഇഷ്യൂസ് എല്ലാവർക്കും ഉള്ളത് സെയിം തന്നെയാണ്. ബട്ട് ഡിഫൻസിൽ കുറച്ചും കൂടെ സൈക്കോളജിക്കൽ ഇഷ്യൂസിൻ്റെ ഒരു പ്രില്യൂഡ് എന്ന് പറയുന്ന പോലെ, ഇപ്പം PTSD ഇപ്പം ഒരുപാട് കേൾക്കുന്ന ഒരു വേർഡാണല്ലോ PTSD. ഇപ്പം ഒരുപാട് പേര് ഡിഫൻസിൽ നിന്ന് റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് വെറ്ററൻസിനൊക്കെ PTSD ഉണ്ടാവും. കാര്യം പോസ്റ്റ് ട്രോമാറ്റിക് സിൻഡ്രോം, ലൈക്ക് ഒരു സ്ട്രെസ് വന്നിട്ട്, സ്ട്രെസ്ഫുൾ ഇൻസിഡൻറ്റ് വന്നിട്ട്, ട്രോമാറ്റിക് ഇൻസിഡൻസ് വന്നിട്ട് അത് വർഷങ്ങൾക്ക് ശേഷം അത് വരുന്നത്. പക്ഷെ അതിനെയൊക്കെ മുന്നിൽ ഒരു മോറൽ ഇഞ്ചുറി ഉണ്ടാവാം. കാര്യം നമുക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം നമ്മളെ കൊണ്ട് ചെയ്യിക്കേണ്ടി വരുമോ, അല്ലെങ്കിൽ നമ്മൾ കാണേണ്ടി വരുമോ, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ട് നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ നമ്മൾ നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വരുന്നത്, ഇതെല്ലാം തിരിച്ചു വന്ന് ഹോണ്ട് ചെയ്യും. അങ്ങനെ ഹോണ്ട് ചെയ്തിട്ട് PTSD വരുന്നവരാണ് ഒരുപാട് പേരുള്ളത്, ഈ ടഫ് എന്ന് പറഞ്ഞ ഈ ആൾക്കാർക്ക് തന്നെ. അപ്പം അത് ഒരു സാധാരണ ഒരു സൈക്കോളജി ഒരു സപ്പോർട്ട് മാത്രം പോരാ. അവർക്ക് ആ മോറൽ ഇഞ്ചുറി, നമ്മൾ എന്താണ് ആ മോറൽ ഇഞ്ചുറി ഉണ്ടാക്കിയ ഒരു ഇൻസിഡൻറ്റ്, അത് ഓസ്ട്രേലിയൻ ഡിഫൻസ് അത് വളരെ സ്ട്രോങ്, ലൈക്ക് US ഡിഫൻസും ഓസ്ട്രേലിയൻ ഡിഫൻസ് വളരെ ഇതായിട്ട് സ്ട്രോങ് ആയിട്ട് അത് നോക്കുന്നുണ്ട്. ബിക്കോസ് ഇപ്പം ഒരുപാട് ഡിപ്ലോയ്മെൻറ്റും അതുമെല്ലാം കഴിഞ്ഞിട്ട് അവർ ആ മോറൽ ഇഞ്ചുറി പാർട്ട് വളരെ ഇതായിട്ട് നോക്കുന്നുണ്ട്. അപ്പം അത് ഒരു മേജർ ആസ്പെക്റ്റാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. കാരണം അവിടെ ഒരു സൈക്കോളജിസ്റ്റ് ചെയ്യേണ്ട ജോലിയും ഒരു സ്പിരിച്വൽ ലീഡർ ചെയ്യേണ്ട ജോലിയും, അപ്പം ഡോക്ടർ ഒരു ചാപ്ലിനാണല്ലോ, അപ്പോൾ അത് കൂടുതൽ സ്പിരിച്വൽ സൈഡിൽ നിന്നാണ് ചെയ്യുന്നത്. അത് സൈക്കോളജിയിൽ നിന്ന് ഒരുപാട് വ്യത്യാസപ്പെട്ട റോളാണോ? വ്യത്യാസപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് പറയാം ഒരു ടീം വർക്ക് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ഒരു ജസ്റ്റ് ടു ക്ലാരിഫൈ, നമ്മൾ സ്പിരിച്വൽ ബേസിസിലാണ് നമ്മളൊരു ഇൻ്റർവെൻഷൻ അവിടെ ചെയ്യുന്നത് ഒരു പ്രോബ്ലം ഉള്ളപ്പോൾ. പക്ഷേ ആ പേഴ്സൺ, ആ വ്യക്തി ഒരു സൂയിസൈഡല്ലോ അല്ലെങ്കിൽ വേറൊരാളെ ഹാം ചെയ്യുന്ന സിറ്റുവേഷൻ ആകുമ്പോൾ നമ്മൾ സൈക്കോളജിസ്റ്റിനെ റെഫർ ചെയ്യും. കാര്യം പിന്നെ നമുക്ക് അവിടെ വലുതായിട്ട് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ദേ നീഡ് റിയലി ഹെൽപ്പ്. പക്ഷേ നമ്മളുടെ ഒരു ചാപ്ലൻ എന്ന് പറയുന്ന ഇതിൽ ഒരു ഹെൽപ്പ് വരുന്നതെന്ന് വെച്ചാൽ, ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും, എന്താണ് നമുക്ക് സംഭവിക്കുന്നതെന്ന് സ്വയം ആ ഒരു വ്യക്തിക്ക് തോന്നുമ്പോൾ നമ്മൾ അവരെ അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യണം. പക്ഷേ ആ ഒരു സ്പേസ് ഒരു സേഫ് സ്പേസ് ആണ്. ബിക്കോസ് നമുക്ക് അവരുടെ കരിയറിനെ അത് അഫക്റ്റ് ചെയ്യില്ല, നമ്മളോട് സംസാരിക്കും. ആ സമയത്ത് ഒരു സൈക്കോളജിസ്റ്റ് അടുത്ത് പോയി കഴിയുമ്പോൾ അത് അവരുടെ കരിയർ ഗ്രാഫിൽ വരികയാണ്. പിന്നെ അവരുടെ പ്രൊമോഷൻ ആവട്ടെ, പല കാര്യങ്ങളിലെയും അത് അഫക്റ്റഡ് ആവും.
ആ സമയത്ത് നമ്മൾ ഒരു ചാപ്ലിനോട് സംസാരിക്കുമ്പോൾ ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റി പോയിന്റ് ഉണ്ടായതുകൊണ്ട് അൺലെസ് നമുക്ക് തോന്നുകയാണ് അവരൊരു സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു വേറൊരാളെ ഹാം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് വരുന്ന ആ ഒരു നിമിഷം വരെ നമ്മളവരെ സപ്പോർട്ട് ചെയ്യണം ത്രൂ ഡിഫറെൻറ്റ് വേസ്. അതിൽ സ്പിരിച്വാലിറ്റി ഈസ് വൺ വേ, ബിക്കോസ് ഡിപ്പെൻഡിങ് ഓൺ ആ ഒരു പേഴ്സൻ്റെ സ്പിരിച്വൽ ബിലീഫിനെയും കൂടെ വെച്ചിട്ട് നമ്മൾ അത് വെച്ചിട്ട് ആ ത്രൂ അതാണ് നമ്മളെ സഹായിക്കുന്നത്. അവരുടെ ഈ പ്രശ്നങ്ങളും ഈ ടഫ് ലൈഫ്, അവരുടെ ഈ ട്രോമയും ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ നമ്മളെ ബാധിക്കാറുണ്ട് പേഴ്സണലായിട്ട്? ഡെഫിനറ്റായിട്ടും ബാധിക്കാറുണ്ട്. കാര്യം നമ്മൾ മനുഷ്യരാണ്, നമുക്കും വികാരങ്ങളും വിചാരങ്ങളും ഉണ്ട്. അത് പലതും നമ്മളെ ട്രിഗർ ചെയ്യും, അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്. നമുക്ക് ചിലപ്പം അതിൽ ഏറ്റവും ഇതെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഇതിൽ കൂടുതൽ സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം വരും. പക്ഷേ അതിലാണ് നമ്മളൊരു ഡിറ്റാച്ച്മെന്റ് അവിടെ നമുക്ക് ആവശ്യമാണ്. കാര്യം ഒരു ബോർഡർ, നമ്മളൊരു ബൗണ്ടറി അവിടെ വരച്ചില്ലെങ്കിൽ അത് നമ്മളെയും കൂടെ അഫക്റ്റ് ചെയ്യും. അപ്പം നമ്മൾ പറയത്തില്ലേ, ഉണ്ട്, അതിന് നമുക്ക് ട്രെയിനിങ് ഉണ്ട്. നമ്മൾ മറ്റേ ഫ്ലൈറ്റിൽ പറയുന്ന പോലെ ആദ്യം സ്വന്തം മാസ്ക് വെക്കുക, പിന്നെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഇവിടെയും. കാര്യം നമ്മൾ സ്വയം നമ്മൾ സപ്പോർട്ടിനേക്കാളും നമ്മളുടെ സ്വയം പ്രാക്ടീസസ്. ഇപ്പോൾ നമ്മളിപ്പം നമ്മുടെ യോഗ, മെഡിറ്റേഷൻ, അങ്ങനെ നമ്മൾ ആ പ്രാക്ടീസ് കൊണ്ട് നമ്മളുടെ സ്പിരിച്വൽ എനർജി റീചാർജ് ചെയ്തിട്ടേ നമ്മൾ വേറെ ആളുടെ പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഡ്രെയിനിങ് ആണല്ലോ കൂടുതൽ. അപ്പം ഡോക്ടറിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ കാണുന്നത്, നമ്മൾ ഈ മറ്റേ സോഷ്യൽ മീഡിയ കാണുന്നത്, ഫസ്റ്റ് ഇന്ത്യൻ ഹിന്ദു ഫീമെയിൽ ചാപ്ലിൻ ക്യാപ്റ്റൻ ഓസ്ട്രേലിയൻ ഡിഫൻസ് ഫോഴ്സ്. അപ്പം ഒരു ലേഡി ആയിട്ടുള്ള ആൾക്കാരെ, മെൻ ഡോമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാർ സൈക്കോളജിക്കൽ പ്രശ്നം വരുമ്പോൾ സ്പിരിച്വലി ലോ ആകുമ്പോൾ അപ്രോച്ച് ചെയ്യുമോ? ജെൻഡർ എനിക്ക് ഒരിക്കലും ഒരു പ്രോബ്ലം ആയിട്ട് അവർക്ക് ഇല്ല. എനിക്കതൊരു സംശയം ഉണ്ടായിരുന്നു. ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ ജെൻഡർ, സെക്കൻഡ് തിങ് മൈഗ്രന്റ്, ഫസ്റ്റ് ജനറേഷൻ മൈഗ്രന്റ്. ബിക്കോസ് എൻ്റെ ആക്സെന്റും ഡിഫറെന്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മുടെ ആക്സെന്റ് ഡിഫറെന്റ് ആണ് കമ്പയർഡ് ടു ദ ഓസി ആക്സെന്റ്. പിന്നെ നമ്മളുടെ അപ്ബ്രിങ്ങിങ്, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഡിഫറെന്റ്, ഒരു ബയസ് ഓൾറെഡി അവിടെ വരും. പിന്നെ അതിലൂടെ ഫീമെയിലും കൂടെ ആകുമ്പം പിന്നെ മെജോറിറ്റി ലൈക്ക് 90% ആർ മെൻ. പക്ഷേ ഐ വാസ് സോ സർപ്രൈസ്ഡ്, ടു ബി ഫ്രാങ്ക്, ഐ വാസ് സോ സർപ്രൈസ്ഡ്. എനിക്ക് തോന്നുന്നു ആണുങ്ങൾക്ക് പെണ്ണുങ്ങളോടാണ് തുറന്നു പറയാനും മനസ്സ് തുറക്കാൻ കുറെ കൂടെ. ബിക്കോസ് അവിടെ ഒരു ഐ വാസ് റിയലി സർപ്രൈസ്ഡ് അബൌട്ട് ദിസ് ജിൽസ്. ബിക്കോസ് ഞാനും വിചാരിച്ചു ഇത്രയും ടഫ് ആയിട്ടുള്ള മെൻ, ആൻഡ് സംടൈംസ് ലൈക്ക് നമ്മളെക്കാളും റാങ്കിന്, ഇപ്പം എൻ്റെ റാങ്കിനേക്കാളും മേലുള്ള ആൾക്കാരായിട്ട് എനിക്ക് സംസാരിക്കേണ്ട സാഹചര്യം വരാറുണ്ട്. പക്ഷെ ജൂനിയേഴ്സ് ആകുമ്പം എനിക്ക് അത്രയ്ക്ക് ഇതില്ല. കാര്യം എനിക്ക് മക്കളുണ്ട്, 24-25 ഇയേഴ്സ് ആയിട്ടുള്ള മക്കൾ എനിക്കുണ്ട്. അപ്പം എനിക്ക് കൊച്ചു പിള്ളേരുടെ അടുത്ത് സംസാരിക്കുമ്പം യങ്സ്റ്റേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ഒരു മദർലി ഇതിൽ എനിക്ക് സംസാരിക്കാൻ പറ്റും. പക്ഷെ എനിക്ക് ഡൗട്ടായിരുന്നു, എന്നെക്കാളും ഇത്ര എക്സ്പീരിയൻസ് ഉള്ള സീനിയർ. പക്ഷേ യു വിൽ ബി റിയലി സർപ്രൈസ്ഡ്, മെൻ ഡു ഓപ്പൺ അപ്പ്. അത് എനിക്ക് തോന്നുന്നു ബീയിങ് എ ഫീമെയിൽ എൻ്റെ അടുത്ത് ഓപ്പൺ അപ്പ് ചെയ്യാൻ കുറെ കൂടെ അവർക്ക് ആ ഒരു സെൻസിറ്റിവിറ്റി, എന്താ പറയുക, നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് എംപത്തറ്റിക് ആണെന്നുള്ളത് തോന്നുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, നമ്മുടെ ഇൻറ്റൻഷൻ, നമ്മുടെ എതിരെ ഇരിക്കുന്ന ഒരാൾക്ക് നമ്മുടെ പ്യുവർ ഇൻറ്റൻഷൻ മനസ്സിലാവും. അത് നമ്മുടെ ഒരു ഹ്യൂമൻ സൈക്കോളജിയാണ്. ബിക്കോസ് ഞാൻ ഒരു സ്പേസിൽ അവരുമായിട്ട് ഇരിക്കുമ്പോൾ ഞാൻ വളരെ അൺകണ്ടീഷണൽ ആയിട്ടാണ്. കാര്യം ഞാൻ ആരെയും, അത് ബേസിക്കലി എൻ്റെ പേഴ്സണാലിറ്റി അതാണ്, ഞാൻ ആരെയും ജഡ്ജ് ചെയ്യാറില്ല. ബിക്കോസ് ഐ ടേക്ക് പീപ്പിൾ ആസ് ദേ ആർ. അപ്പം ആ ഒരു ക്ലിയർ ഇമേജോടുകൂടി, അല്ലെങ്കിൽ ഒരു ക്ലിയർ മൈൻഡോടുകൂടി, ഹാർട്ടോടുകൂടി നമ്മളൊരാളുടെ മുന്നിൽ ഇരിക്കുമ്പോൾ വെൻ ദേ പോർ ദേ ഹാർട്ട് ഔട്ട്, നമ്മൾ അതേ ഇതിലാണ് ഇരിക്കുന്നത്. അത് അവർക്ക് ആ ഒരു എന്താ പറയുക, മ്യൂച്വൽ ഇതിൽ അത് മനസ്സിലാവും. അത് നമ്മളൊരു വെർബലൈസ് ചെയ്യുന്ന ഒരു കാര്യമല്ല, അതെനിക്ക് തോന്നുന്നു എക്സ്പീരിയൻഷ്യൽ ആണ്. ആൻഡ് ഐ വാസ് സോ സർപ്രൈസ്ഡ്. ഇതുവരെ എനിക്ക് വളരെ ഓപ്പൺ ആയിട്ട് സംസാരിച്ച, ഈവൻ സീനിയർ ബ്രിഗേഡിയർ ലെവലിലുള്ളവർ വരെ സംസാരിച്ച ഇൻസിഡൻസസ് ഉണ്ട്. ആൻഡ് ഐ എം വെരി ഫോർച്ചുനേറ്റ്. ലൈക്ക് ഞാൻ എന്താണോ ബയസ് ഉണ്ടാവും എന്ന് വിചാരിച്ച കാര്യങ്ങളൊന്നും ഒരു ബയസല്ല, നമ്മളുടെ മനസ്സിലാണ് ഇതെല്ലാം ഇരിക്കുന്നത് എന്നുള്ളത് എനിക്ക് എപ്പോഴാണ് മനസ്സിലായത്. കാര്യം വി കം വിത്ത് എ ലോട്ട് ഓഫ് ബയസ്, എസ്പെഷ്യലി മൈഗ്രൻസ് ആകുമ്പോൾ. നമ്മളെല്ലാത്തിനെയും ഞാൻ ഇത് ഇന്നത് കൊണ്ടാണോ അവരങ്ങനെ പെരുമാറുന്നതെന്ന് നമ്മളാണ് കൂടുതലും ചിന്തിക്കുന്നത്. റേഷ്യൽ ഇതില്ലെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ മെയിൻ സ്ട്രീമിൽ നമ്മൾ, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ലെവലിൽ നമ്മൾ ആ ലെവൽ ഓഫ് റേസിസം നമ്മൾ കാണാറില്ല. ഓണസ്റ്റ്ലി ഞാൻ ഇതുവരെ എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ അക്കാഡമിക് ലെവലിലാണ് കഴിഞ്ഞ 18 വർഷമായിട്ട് ഞാൻ ഓസ്ട്രേലിയൻ അക്കാഡമിക്, മെയിൻ സ്ട്രീം അക്കാഡമി യൂണിവേഴ്സിറ്റി, ഒരുവിധം എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഞാൻ, ജെയിംസ് കുക്ക് യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് മെൽബൺ, മൊണാഷ്, ലട്രോബ് ആൻഡ് ഡീക്കൻ, എല്ലായിടത്തും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതിൽ എനിക്ക് ആ ഒരു ലെവൽ ഓഫ് റേഷ്യൽ ബയസ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കൾച്ചറൽ ബയസ് എനിക്ക് അത്രയും ഫീൽ ചെയ്തിട്ടില്ല. കാരണം ഡോക്ടറോട് ചോദിക്കാൻ കാര്യം വെച്ചാൽ, നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നും നമുക്കൊരു കോൺഫിഡൻസ് കുറവുണ്ട്. നമ്മൾ നാട്ടിൽ പറയാറുണ്ട്, സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മതുക പറയുന്ന ഒരു രീതി. പക്ഷെ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൈക്കോളജിക്കലി അങ്ങനെ ആയിരിക്കും ഒരു പക്ഷേ. കാരണം നമ്മുടെ ലാംഗ്വേജിലുള്ള പ്രശ്നം, കൾച്ചർ, നമ്മൾക്ക് ശരിയായിട്ടുള്ള പലതും ഇവർക്ക് ശരിയല്ല.
അവർക്ക് ശരിയായിട്ടുള്ള പലതും നമുക്ക് ശരി, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഓവർകം ചെയ്യാനായിട്ട് ഡോക്ടറിന് സാധിച്ചു. അപ്പോൾ ഇവിടെയുള്ള ഒരുപാട് മലയാളികൾ നമ്മൾ നേഴ്സുമാരായിട്ടുള്ളവരുണ്ട്, അല്ലെങ്കിൽ IT പ്രൊഫഷണൽസ് ആയിട്ടുള്ളവരുണ്ട്, പല ഫീൽഡിലും ചെയ്യുന്നവരുണ്ട്, വളരെ നല്ല കഴിവുള്ളവരാണ്. പക്ഷെ അവർക്കൊക്കെ മുന്നോട്ട് കയറി വരാനോ ഒരു ടീമിനെ ലീഡ് ചെയ്യാനോ അതല്ലെങ്കിൽ മോർ ടു കോൺട്രിബ്യൂട്ട് ആസ് എ ഹോൾ കൺട്രി ചെയ്യാൻ സാധിക്കാത്തത് ഈ പേടി മനസ്സിലുള്ളത്. അപ്പം ഡോക്ടർ അത് ഓവർകം ചെയ്തത് എങ്ങനെയാണെന്നാണ് ജിൽസ് പറഞ്ഞ വളരെ ഒരു ക്രൂഷ്യൽ ആൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ്. അതെനിക്ക് എല്ലാ എന്താ പറയുക മൈഗ്രൻസ് മാത്രമല്ല, നാട്ടിൽ ഈ പോഡ്കാസ്റ്റ് കേൾക്കുന്നവരടുത്ത് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമാണ്, നമ്മൾക്ക് ആദ്യം നമ്മളിൽ വിശ്വാസം ഉണ്ടാവണം. അല്ലാതെ ബിക്കോസ് നമ്മൾ വളർന്നു വന്ന ഒരു കൊളോണിയൽ ഇത്രയും വർഷത്തെ ഒരു കൊളോണിയൽ റൂളിൻ്റെ ഉണ്ടാക്കിയ ഒരു സിസ്റ്റത്തിൽ നമ്മൾ വളർന്നു വന്നതിൽ നമുക്ക് ഒരുപാട് അപകർഷതാബോധത്തോടു കൂടിയാണ് നമ്മൾ വരുന്നത് തന്നെ. നമ്മുടെ ഇംഗ്ലീഷ് ഇപ്പം എന്താ പറയുക ഡെപ്ത് ഉള്ള ടോക്ക് അല്ലെങ്കിൽ പോലും നന്നായിട്ട് ഒരാൾ ഇംഗ്ലീഷ് സംസാരിച്ചാൽ നമ്മൾ അവരെ ട്രസ്റ്റ് ചെയ്യും. ആ സമയത്ത് നമ്മൾ ഒരു മലയാളി അക്സെൻറ്റിൽ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ നമ്മൾ അവരെ ട്രസ്റ്റ് ചെയ്യില്ല. കമ്പാരിറ്റീവ്ലി ഡെപ്ത് എന്താണെന്ന് നമ്മൾ നോക്കാറില്ല, നമ്മൾ ഒരു ആക്സെൻറ്റിലും സ്റ്റൈലിലുമാണ് നമ്മൾ പോകുന്നത്. അപ്പം ആദ്യം നമ്മൾ ആ ഒരു ബയസ് നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റുക, അതായത് നമ്മൾ വേറൊരാളെക്കാളും പിന്നെ എന്തെങ്കിലും രീതിയിലൊരു കുറവുണ്ട് എന്നുള്ളത് കാര്യം. നമുക്ക് നമ്മളിലാണ് ആദ്യം വിശ്വാസം വേണ്ടത്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ലാംഗ്വേജിൻ്റെ അല്ലെങ്കിൽ ആക്സെൻറ്റ് ഒരു ഇൻ്റർനാഷണൽ സ്പേസിൽ വരുമ്പോൾ ഇറ്റ് ഇസ് ഇറലവൻറ്റ്. ഇഫ് യു ലിസൺ ടു ചൈനീസ്, ഇഫ് യു ലിസൺ ടു ഫ്രഞ്ച്, ഐ ഹാഡ് മെനി ഇൻസിഡൻസസ് യൂണിവേഴ്സിറ്റിയിൽ സ്റ്റുഡൻസ് കംപ്ലയിൻറ്റ് ചെയ്ത ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാവും, അവർ സംസാരിക്കുമ്പോൾ മനസ്സിലാവുന്നില്ല. ഫ്രഞ്ച് ആവട്ടെ ചൈനീസ് ആവട്ടെ മനസ്സിലാവുന്നില്ല. അപ്പം നമ്മളുടെ മനസ്സിലാണ് ഇത് ഉള്ളത്. നമ്മുടെ ഇംഗ്ലീഷ് ഇത് ശരിയാണ്, നമ്മളുടെ ഇംഗ്ലീഷ് ഒരു സ്ട്രോങ് ആക്സെൻ്റ് ഉള്ള ഇംഗ്ലീഷാണ്. ബട്ട് there's nothing wrong in that, because അത് നമ്മളുടെ ഒരു കൾച്ചറൽ ഇതിൽ നമുക്ക് വന്നതാണ്. അതിൽ നമുക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അല്ല വരേണ്ടത്. അത് പക്ഷേ അതിനെ സ്ട്രെങ്ത് ആയിട്ട് യൂസ് ചെയ്തിട്ട് എങ്ങനെ നന്നായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഒരു നല്ലതായിട്ട് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. അല്ലാതെ ഞാൻ ഈ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നത് വെച്ചാൽ, ഡോണ്ട് വറി ടു മച്ച് അബൌട്ട് യുവർ ആക്സെൻറ്റ്. സ്റ്റഫ് എന്താണ് അതിനകത്തുള്ള കാതലായിട്ടുള്ള മെസ്സേജ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, IT ആവട്ടെ, നഴ്സിംഗ് ആവട്ടെ, എഞ്ചിനീയറിംഗ് ആവട്ടെ, ഏത് ഫീൽഡിലാണെങ്കിലും, ഈവൻ നമ്മൾ പിന്നെ റെസ്റ്റോറൻറ്റ്സിൽ നമ്മൾ സെർവ് ചെയ്യാൻ നിൽക്കുന്നതാവട്ടെ, ജസ്റ്റ് ബി കോൺഫിഡൻറ്റ് ഇൻ യുവർ എബിലിറ്റി ടു ഡു ദാറ്റ് ജോബ്. ആൻഡ് അതിൽ തന്നെ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് പെരുമാറുമ്പം ദാറ്റ് ഈസ് വാട്ട് ദി അതർ പേഴ്സൺ സീസ്. അല്ലാതെ നമ്മൾ എന്ത് ആക്സെൻറ്റ് പറയുന്നു എന്നുള്ളതല്ല. ഇപ്പോൾ നാട്ടിൽ നിന്ന് വന്ന ഒരാൾ കൂടി ഇപ്പം എല്ലാവരും തന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വെൽ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരെ വരും. ഒരു 10-30 വയസ്സുള്ള ഒരാൾക്ക് ആർമി ചേരണമെന്നുണ്ടെങ്കിൽ, ഡിഫൻസ് ചേരണമെന്നുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെയാണ് പാത്ത് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കും? ഓക്കെ, രണ്ട് ഇതാണ്. അപ്പം ജിൽസ് ചോദിച്ച ഒരു 30 വയസ്സായി നാട്ടിൽ നിന്ന് ഓൾറെഡി വന്ന്, അപ്പം നാട്ടിൽ നിന്ന് ഓൾറെഡി നമ്മൾ വരുമ്പോൾ ഓൾറെഡി ഒരു പ്രൊഫഷനോട് കൂടിയാണ് വരുന്നത്. അപ്പം യു വിൽ ഹാവ് ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ. അതാണല്ലോ തേർഡ് ഇയറിൽ വരാൻ കാരണം. അപ്പം ആ പ്രൊഫഷൻ തന്നെയാണ് ഒരു പാത്ത് വേ ടു എൻറ്റർ. അപ്പം അതിൽ രണ്ട് രീതിയിൽ അതിലും ചെയ്യാം. ബിക്കോസ് നമുക്ക് മെയിൻ ഫുൾ ടൈം ആയിട്ട് പോകണമെങ്കിൽ ദേ വിൽ കോൾ ഫോർ റോൾസ്. അപ്പം ADF കരിയർ എന്ന് പറഞ്ഞുള്ളൊരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി ADF കരിയർ. അതിൽ സൈറ്റിൽ പോയിട്ട് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ അവർ അപ്പോൾ ഉള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ഇൻബോക്സിൽ വരും. അപ്പോൾ അതിൽ മെയിനായിട്ട് ഇപ്പം ഒരു ഡോക്ടർ അല്ലെങ്കിൽ നഴ്സ്, എൻജിനീയർ, എസ്പെഷ്യലി IT ഫീൽഡിൽ ഇപ്പോൾ IT എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പിന്നെ സിഗ്നൽസ് എന്നിട്ട് ഇതിൽ. അപ്പോൾ അതിലെല്ലാം റൊട്ടീനായിട്ട് ഫുൾ ടൈം ജോബ്സ് വരും. സോ യു ക്യാൻ ഡയറക്ട്ലി അപ്ലൈ. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ, ഓൾറെഡി യു ആർ ഇൻ എ ഗുഡ് ജോബ്, യു ആർ ഹാപ്പി ഇൻ യുവർ ജോബ്, ബട്ട് യു വോണ്ട് ടു കോൺട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ യു ക്യാൻ ഗോ ഇൻ ടു റിസർവ്. ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നതാണ്, ഞാനൊരു സയൻറ്റിസ്റ്റാണ്. ഐ ഡോണ്ട് വോണ്ട് ടു ലീവ് മൈ സയൻസ് യെറ്റ്, ഐ ലവ് മൈ സയൻസ്, ബട്ട് ഐ വോണ്ട് ടു കോൺട്രിബ്യൂട്ട്. അപ്പം നമ്മൾ റിസർവിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പം പക്ഷേ അതിൽ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, പലർക്കും നമ്മുടെ നാട്ടിലത്തെ റിസർവ് പോലീസ് അല്ലെങ്കിൽ റിസർവ് പിന്നെ ആർമി കണ്ടിട്ട് ഇത് ജസ്റ്റ് ഒരു യൂണിഫോം, ഇതാണ്, നമുക്ക് വലുതായിട്ടൊന്നും ചെയ്യേണ്ട, അങ്ങനെയല്ല. ഇവിടെ റിസർവും സെയിം എല്ലാ ഈക്വൽ ട്രെയിനിങ് ആണ് കിട്ടുന്നത് ഫുൾ ടൈം പോലെ. യു ഹാവ് എവറി റെസ്പോൺസിബിലിറ്റി. ഈവൻ ഇഫ് യു ആർ നോട്ട് ഓൺ ഡ്യൂട്ടി, യു ആർ ഓൾവേസ് ഡിഫൻസ് പേഴ്സൺ. പക്ഷേ നമുക്കൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട് നമ്മളുടെ ഫുൾ ടൈം ജോബ് നമുക്ക് ചെയ്യാമെന്ന്. അത് മാത്രമേ ഒരു എന്താ പറയുക, അതൊരു മേജർ ഡിഫറൻസ് ആണ് നാട്ടിൽ കമ്പയർ ചെയ്യുമ്പോൾ. ബിക്കോസ് നാട്ടിൽ ഇപ്പം നമുക്ക് മോഹൻലാലിന് ഓണറി ഇത് കിട്ടിയല്ലോ, പക്ഷെ അങ്ങനെയല്ല. ഇതൊരു
റിയൽ ജോബ് തന്നെയാണ് ആൻഡ് യു ആർ കോൺട്രിബ്യൂട്ടിങ് ഇൻ ടു ഇറ്റ് ആൻഡ് യു ക്യാൻ ഗെറ്റ് ട്രെയിൻഡ് ഇൻ ദാറ്റ്. അപ്പം ഒരു നാട്ടിൽ നിന്ന് വന്നിട്ട് ഇതിലേക്ക് വരാൻ സാധ്യത അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരാളോട് ഞാൻ പറയുന്നത് ആദ്യം കരിയർ സൈറ്റ് നോക്കുക. ഇപ്പം സ്കിൽഡ് ഇത് തന്നെ ആവണമെന്നില്ല. ഇപ്പം എഞ്ചിനീയർ ഇതൊന്നുമല്ല, ഈവൻ ഇഫ് യു ആർ എ മെക്കാനിക് യുനോ, ബിക്കോസ് ആർമിയിൽ ഒരുപാട് അങ്ങനത്തെ പൊസിഷൻസ് ഉണ്ട്. ട്രക്ക് അല്ലെങ്കിൽ മെക്കാനിക്സ്, റിപ്പയറിങ്, ലോജിസ്റ്റിക്സ്, ഫിനാൻസ്, അങ്ങനെ ഒരുപാട് മേഖലകളുണ്ട്. ആൻഡ് ദേ ഹാവ് യുനോ ദേ ആർ ഇൻക്രീസിങ്, അതിൻ്റെ നമ്പേഴ്സ് ഇപ്പോൾ ഇൻക്രീസ് ചെയ്യണം. അപ്പം പിന്നെ അതിൽ പ്രധാനമായിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ കഴിഞ്ഞ 10 വർഷത്തെ മിനിമം സെക്യൂരിറ്റി ക്ലിയറൻസ്. അപ്പോൾ എവിടെയൊക്കെ ഏതൊക്കെ രാജ്യങ്ങളിലുണ്ടായിരുന്നു, എവിടെയൊക്കെ ട്രാവൽ ചെയ്തു, പോലീസ് കേസ് ഉണ്ടോ ഇല്ലേ, അങ്ങനെ. സോ യു ഹാവ് ടു ബി ഇൻ എ ഗുഡ് സ്റ്റാൻഡിങ്. ആ ഒരു ഇത് മാത്രമാണ് അതിൽ പ്രധാന. ബിക്കോസ് അവർ നല്ലതായിട്ട് പിന്നെ സെക്യൂരിറ്റി ചെക്കിങ് ചെയ്യും. അപ്പം ആ ചെയ്യുമ്പോൾ നമുക്ക് നാട്ടിലാവട്ടെ ഇവിടെ ആവട്ടെ ഒന്നും വേറെ കേസുകളൊന്നുമില്ല. നമ്മൾ സമൂഹത്തിൽ അങ്ങനെയുള്ള എന്താ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നമ്മുടെ സോഷ്യൽ മീഡിയ എല്ലാം സ്കാൻ ചെയ്യും. അപ്പം എന്തുകൊണ്ടും ടിക്ക് ഓഫ് ചെയ്യാവുന്നതാണെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാര്യം ആൻഡ് ഇറ്റ്സ് എ വെരി ഗുഡ് സ്പേസ് ടു വർക്ക് ഇൻ. ബിക്കോസ് ഒരുപാട് ട്രെയിനിങ്, കരിയർ ഡെവലപ്മെൻറ്റിന് ഒരുപാട് ട്രെയിനിങ് അവർ കൊടുക്കാറുണ്ട്. എസ്പെഷ്യലി ഞാൻ യങ്സ്റ്റേഴ്സിൻ്റെ അടുത്താണ് കൂടുതലും വരാൻ പറയുന്നത്. കാര്യം എന്ന് വെച്ചാൽ അവരുടെ കരിയർ ഗ്രോത്ത് വിൽ ബി അമേസിങ്. ഇപ്പോൾ ഞാൻ ഈ ഒരു ഏജിലാണ് ഞാനിതെല്ലാം മനസ്സിലാക്കുന്നത്. നമ്മൾ ബൈ ചാൻസ് സ്റ്റംബിൾ ചെയ്തതാണ്. ബട്ട് ഞാൻ ബിക്കോസ് ഐ വാസ് നോട്ട് ലുക്കിംഗ് ഫോർ ഇറ്റ്. എനിക്ക് അറിയത്തോലും ഇല്ലായിരുന്നു ഇങ്ങനെ ഉണ്ട് എന്നുള്ളത്. എനിക്ക് ഇങ്ങനെ എന്താ പറയുക, ഒരു പ്ലേറ്റിൽ വെച്ചിട്ട് നമുക്ക് കൊണ്ട് തന്നിട്ട് ഇത് എടുക്കുമെന്ന് പറഞ്ഞ് പിന്നെയാണ് അയ്യോ ദൈവം ഇത്രയും വലിയൊരു ഇതാണല്ലോ എന്ന് അറിയുന്നത്. അപ്പോൾ പക്ഷേ യങ്സ്റ്റേഴ്സിന് അതിനേക്കാളും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് നേരത്തെ കയറുകയാണെങ്കിൽ. ബിക്കോസ് ഇപ്പം 12th കഴിഞ്ഞിട്ട് നേരെ 10th കഴിഞ്ഞിട്ട് കയറാവുന്ന പൊസിഷൻസ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ ഡോക്ടർ സോറി കേട്ടോ, ഇപ്പം ഡോക്ടർ പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ജനറേഷൻ എന്ന് വെച്ചാൽ പുതിയ ജനറേഷനാണ് കൂട്ടുവാണെങ്കിൽ തന്നെ ഡിസിപ്ലിന് അല്ലെങ്കിൽ മോട്ടിവേഷന് അല്ലെങ്കിൽ ലൈഫിൽ എന്ത് ചെയ്യണം പ്ലാൻ ഒരു. കാരണം ഈ റീൽസൊക്കെ ഒരുപാടുള്ള സമയത്ത് ആൾക്കാർ ഭയങ്കര ഔട്ട് ഓഫ് ഫോക്കസ് ആണല്ലോ. പിന്നെ വളരെ ലൈറ്റ് ഹാർട്ടഡ് പീപ്പിളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഡോക്ടർ പറഞ്ഞത് 10ാം ക്ലാസ്സോ 12ാം ക്ലാസ്സിലോ കഴിയുമ്പോൾ ഒരു ആദ്യത്തെ ഒരു 4-5 കൊല്ലം ആർമി പോകുവാണെങ്കിൽ അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. നല്ല ട്രെയിനിങ് കാര്യങ്ങൾ. അപ്പം ഡോക്ടർ പറഞ്ഞ റിസർവും ഇരിക്കുവാണെങ്കിൽ അവനവൻ്റെ ജോലി ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ഇപ്പം ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുന്നില്ല. ഇപ്പം ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ, ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ യുദ്ധം വന്നു കഴിഞ്ഞാൽ ഡോക്ടർ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുമോ അതോ ഓസ്ട്രേലിയയെ സപ്പോർട്ട് ചെയ്യുമോ ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ നമുക്ക് ഏതൊരു കാലത്ത് ഒരു ഓസ്ട്രേലിയൻ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റു രാജ്യത്ത് പോയി വെടിവെക്കേണ്ടി വരുമോ? തീർച്ചയായിട്ടും. ഞാൻ ചോദിക്കാത്ത ചോദ്യത്തിന് ഒരു മറുപടി പറയാം. ബിക്കോസ് എന്താ പറയുക, നമ്മൾ ജന്മഭൂമി കർമ്മഭൂമി എന്ന് പറയുമല്ലോ. അപ്പം ഇത് നമ്മുടെ കർമ്മഭൂമിയാണ്. അപ്പം നമ്മൾക്ക് ഇന്ത്യ നമ്മുടെ ജന്മഭൂമിയാണ്. അപ്പം നമുക്ക് 2 അമ്മമാരെ ഉണ്ടാവാമല്ലോ, നമുക്ക് അലിജിയൻസ് ഉണ്ടാവും. പക്ഷേ ഒരു യുദ്ധം വരുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത് അതിൻ്റെ പാർട്ടാണ് നമ്മൾ. അപ്പോൾ പിന്നെ എന്തായാലും വേൾഡ് പൊളിറ്റിക്സും ഡൈനാമിക്സ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും എപ്പോഴും ഒരുമിച്ച് ജോയിന്റ് എക്സസൈസ് ചെയ്യും. അവർ ഒരുമിച്ച് ചെയ്യുന്നതാണ്. അതുകൊണ്ട് എതിരെ ഫൈറ്റ് ചെയ്യേണ്ടി വരില്ല. അതൊരു കാര്യം. 99.9% ഇന്ത്യ ഓസ്ട്രേലിയ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ഇല്ല, ബിക്കോസ് അത് നമ്മൾ അലീസ് ആണ്. ആൻഡ് വി ഡു ജോയിന്റ് ട്രെയിനിങ്സ്. ഇപ്പോൾ ഓസ്ട്രേലിയ ഹിൻഡ് എന്ന് പറഞ്ഞിട്ട് തന്നെ എല്ലാ വർഷവും ഇന്ത്യയും ഓസ്ട്രേലിയയും ഒരുമിച്ച് ജോയിന്റ് ട്രെയിനിങ് ചെയ്യാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ട്. അപ്പോൾ അത് പേടിച്ചിട്ട് ആരും ചെയ്താണ്ടിരിക്കണ്ട. ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഞാൻ ഓസ്ട്രേലിയയുടെ കൂടെ നിൽക്കണോ ഇന്ത്യയുടെ കൂടെ നിൽക്കണത്, അങ്ങനെ ഒരു ധാർമ്മിക ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. ഏതൊക്കെ അടുത്ത 100 കൊല്ലത്തിനകത്ത് ഇങ്ങനെ സംഭവം നടക്കാൻ സാധ്യതയില്ല. പക്ഷെ നമ്മൾ മറ്റൊരു യുദ്ധഭൂമി പോകേണ്ടി വരും തീർച്ചയായിട്ടും. അത് അപ്പം 2 രീതിയിൽ പറയും. ഇപ്പം ഇത് കേൾക്കുന്നവരെല്ലാവരും പട്ടാളത്തിൽ ചേർന്ന ഉടനെ ഇതിൽ പോകണം അങ്ങനെയല്ല. ഫ്രണ്ട് ലൈനിൽ പോകുന്നവരും ഉണ്ട്, പിന്നെ ബാക്ക് എൻഡിലുള്ളവരും ഉണ്ട്. ഇപ്പം ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക എൻജിനീയറിങ്, അതിലെല്ലാവർക്കും ഒന്നും ഫ്രണ്ട് ലൈനിൽ പോകേണ്ട കാര്യമില്ല. ആ സമയത്ത് ഇപ്പോൾ ഒരു നഴ്സ് ആണെങ്കിൽ ദേ വിൽ ബി ഓൺ ഫ്രണ്ട് ലൈൻ. ഇപ്പോൾ ഡോക്ടേഴ്സ് ആണെങ്കിലും ഫ്രണ്ട് ലൈനിൽ പോകണ്ട, അവർ മെഡിക്കൽ ഫെസിലിറ്റിയിലായിരിക്കും. ബട്ട് ഒരു നഴ്സ് ആണെങ്കിലോ അല്ലെങ്കിൽ ബിക്കോസ് ട്രോമാറ്റിക് സിറ്റുവേഷനിൽ അവിടെ ദേ വിൽ ഹാവ് ടു ബി ദെയർ. അല്ലെങ്കിൽ ഇപ്പം ചാപ്ലൻ ആണെങ്കിലും ദേ വിൽ ഹാവ് ടു ബി ദെയർ വിത്ത് ദം, വിത്ത് ദ സോൾജേഴ്സ്. പിന്നെ ഡിഗേഴ്സ് എന്നാണ് പറയുന്നത് സോൾജേഴ്സിനെ. അപ്പം അവരായിരിക്കും ഫ്രണ്ടിലുള്ള. അപ്പം അവരുടെ കൂടെ നമ്മൾ ഉണ്ടാവണം. നമുക്ക് അതെല്ലാം നമ്മളെല്ലാം ക്വാളിഫൈഡ് ആയിരിക്കണം. എല്ലാം നമ്മൾ ക്വാളിഫൈഡ്, നമ്മളെല്ലാം ചെയ്യാൻ പഠിച്ചിരിക്കണം. പക്ഷേ പിന്നെ യുദ്ധത്തിൻ്റെ സമയത്ത് നമ്മളെല്ലാ യുദ്ധങ്ങളും വേൾഡ് ഹെൽത്ത് അല്ല മറ്റേ എന്താ പറയുക ലോ ആക്ട് എന്ന് പറയും, പിന്നെ ലോ ഓഫ് ആംഡ് കോൺഫ്ലിക്റ്റ്, നമ്മൾ മറ്റേ ഹേഗ് നെതർലാൻഡ്സിലുള്ള അതിലെല്ലാം നമ്മൾ കവേർഡാണ്. അപ്പോൾ
ഒരു ചാപ്ലിനെ വെടിവെക്കാൻ പാടില്ല ആരും. ഇപ്പം ഞാൻ ആ ഒരു യുദ്ധമുഖത്തിലാണെങ്കിൽ ഞാൻ ചാപ്ലിനാണെന്ന് കണ്ടിട്ട് എന്നെ ആർക്കും വെടിവെക്കാൻ പാടില്ല. അത് എഗൻസ്റ്റ് ഇന്റർനാഷണൽ ട്രീറ്റിയുടെയും ലോയുടെയും എഗൻസ്റ്റ് ആണ്. പക്ഷേ ദ മൊമെന്റ് ഐ പിക്കപ്പ് my arm, then I am, I am not protected. Then I am treated like any other soldier. പക്ഷേ അവർ പറയുന്നത് നമുക്ക് എപ്പോഴെന്താണ് സാഹചര്യം നമുക്ക് അറിയാൻ പറ്റാത്തത് കൊണ്ട് യു നീഡ് ടു ബി ട്രെയിൻഡ് ഇൻ എവറിത്തിങ്. അപ്പം അതുകൊണ്ട് വിൽ ഗെറ്റ് ഓൾ ദ ട്രെയിനിങ്. പിന്നെ നല്ല ശമ്പളം പ്രതീക്ഷിക്കുന്നു. ഫുൾ ടൈം ആണെങ്കിൽ നല്ല ശമ്പളമാണ്. റിസർവിന് ടാക്സ് ഫ്രീ സാലറിയാണ്. ബട്ട് ഫുൾ ടൈം ആണെങ്കിൽ സാലറി മാത്രമല്ല, മെഡിക്കലും ഹൗസിങ് എല്ലാം കവേർഡ് ആണ്, ഡെന്റൽ എല്ലാം കവേർഡ് ആണ്. സോ ഐ വിൽ ഏർജ് ലൈക്ക് ദോസ് ഹു ആർ ലുക്കിംഗ് ടു ഗോ ഫുൾ ടൈം. അപ്പം പക്ഷേ ബിക്കോസ് എനിക്ക് എൻ്റെതായ കാരണമുണ്ട് റിസർവിൽ നിൽക്കാൻ. സയൻസ് ഇതുവരെ വിടാൻ മനസ്സ് വന്നിട്ടില്ല. പക്ഷേ ഒരു വിടുന്ന സിറ്റുവേഷൻ ആകുമ്പം ഇറ്റ്സ് ഗുഡ് ടു ഗോ ഫുൾ ടൈം. ഡോക്ടറിനെ ആരാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത്? ഓക്കെ, ഇൻഫ്ലുവൻസ് ചെയ്ത് ഒരുപാട് പേര് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു ക്ലീഷേ പോലെ പറയും എൻ്റെ അച്ഛനാണ് എന്നെ ഏറ്റവും കൂടുതൽ. അച്ഛൻ ഒഴിച്ച് ആരാണ് ഇൻഫ്ലുവൻസ് ചെയ്തതെന്ന് പറഞ്ഞാൽ, ഞാൻ ടു ബി ഫ്രാങ്ക് എന്നെ ഒരാളല്ല ഇൻഫ്ലുവൻസ് ചെയ്തത്. ഞാൻ പലരുടെയും ജീവിതം പഠിച്ചു, പല ഫീൽഡിലുള്ള, ബിക്കോസ് ഞാൻ വളരെ വൈഡായിട്ട് കാണുന്ന ഒരാളാണ്. സയൻസ് മാത്രമല്ല, ഞാൻ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ, പിന്നെ കൾച്ചറൽ, ആർട്ടിസ്റ്റിക് എല്ലാ ഇതിലും. അതുകൊണ്ട് ഞാൻ ഒരാളുടെ നിന്നും മാത്രമല്ല ഇൻഫ്ലുവൻസ്ഡ് ആയത്, പലയിടത്തു നിന്നും ഉള്ള നല്ല കാര്യങ്ങളും ഞാൻ എടുത്തിട്ടുണ്ട്. കാര്യം ഒരു വ്യക്തിയും പൂർണ്ണമല്ലല്ലോ. അപ്പം എല്ലാവർക്കും അവരുടേതായ ഷോർട്ട് കമ്മിങ്സ് ഉണ്ട്. അപ്പം നമ്മൾ ഒരു വ്യക്തിയെ കോപ്പി അടിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ എല്ലാവരുടെയും ലൈഫിലുള്ള നല്ല ക്വാളിറ്റീസ് ഏതൊക്കെയാണോ എനിക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്, അത് ഇനിയും ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നു. ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്ന ബുക്ക് ഏറ്റവും അധികം? ഓക്കെ, ഇൻഫ്ലുവൻസ് ചെയ്ത ബുക്ക് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ വീണ്ടും പഠിക്കുന്ന ഭഗവത്ഗീതയാണ്. കാര്യം ഭഗവത്ഗീത ഞാൻ വളരെ പണ്ട് പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ അന്തസത്ത ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ വീണ്ടും ആഴത്തിൽ ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്നത് ഭഗവത്ഗീതയാണ്. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മോറൽ ഇഞ്ചുറിയുടെ ഒരു കാര്യം പറഞ്ഞല്ലോ. അപ്പം ഇപ്പം ഡിഫൻസിലാവട്ടെ, വേൾഡിൽ ഇപ്പോൾ മോറൽ ഇഞ്ചുറി വലിയൊരു ആസ്പെക്റ്റ് ആയിട്ട് എടുക്കുന്നത്, നോട്ട് ജസ്റ്റ് ഫോർ സോൾജേഴ്സ്, എല്ലാവർക്കും. നമുക്കൊക്കെ പല സമയത്തും പല മോറൽ ഇഞ്ചുറി വരാറുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പെർഫെക്റ്റ് മാനുവലാണ് ഭഗവത്ഗീത. അപ്പോൾ ബിക്കോസ് ഭഗവത്ഗീത സംഭവിക്കുന്നത് അർജുനന്റെ കുടുംബക്കാരുടെ എതിരെ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കാൻ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന തളർച്ചയും മോറൽ ഡൈലമയാണ്. ബിക്കോസ് വൈ ആം ഐ ഡൂയിങ് ദിസ്? ഇതുകൊണ്ട് എന്താണ് ഗുണം? ഇത്രയും ഒരു യുദ്ധം എൻ്റെ സ്വന്തക്കാരോട് ചെയ്തിട്ട് എനിക്ക് എന്താണ് ഗുണം? അപ്പം സത്യത്തിന് വേണ്ടിയിട്ടാണ് ആ യുദ്ധം. അത് സത്യത്തിനെ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യുദ്ധം. അപ്പം എല്ലാ യുദ്ധങ്ങളും ഒരു റീസൺ ഉണ്ടാവുമല്ലോ. അപ്പം ഞാനതിനെ നമ്മുടെ മനസ്സിൻ്റെ ഒരു ഇതായിട്ടാണ് കാണുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഒരു ഫിലോസഫിക്കലായിട്ട്. കാര്യം ഒരു നന്മ നമുക്ക് ചിലയിടത്ത് പ്രാവർത്തികമാക്കണം, അല്ലെങ്കിൽ സ്ഥാപിക്കണമെങ്കിൽ ചിലപ്പം ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിനെ ഹാർഡാക്കി നമുക്ക് ചെയ്യേണ്ടി വരും. അതാണ് ഭഗവത്ഗീത പഠിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, മോറൽ കറേജ്, മോറൽ സ്ട്രെങ്ത് ആൻഡ് പിന്നെ ജസ്റ്റ്. ഒരു ബുക്ക് ലൈഫിൽ ഒരു പ്രാവശ്യം ഈ ബുക്ക് ഒരു പ്രാവശ്യം വായിച്ചിരിക്കണം എന്ന് പറയാം. അതെ, ഞാനത് പറയുന്നതെന്ന് വെച്ചാൽ എല്ലാവരും ഈ ബുക്ക് റിലീജിയസ്, ഇപ്പം എനിക്കറിയാം ഇത് കേൾക്കുന്ന പല റിലീജിയനിലുള്ളവരുണ്ടാവും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹ്യൂമൻ സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ഏത് രാജ്യത്തെ ഏത് സിവിലൈസേഷൻ ആണെങ്കിലും നമ്മുടെ ഫണ്ടമെന്റൽ ഇത് കാമ, ക്രോധ, മോഹ, ലോഭം, ഇതെല്ലാ മനുഷ്യർക്കും ഉള്ള ഒരേ വികാരങ്ങളാണ്. അത് ഇത്രയും വർഷം മുന്നേ ഉള്ള അതേ സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. മനുഷ്യൻ നമ്മളിപ്പം AI-യുടെ യുഗത്തിലാണെങ്കിലും ഈ AI ഇപ്പൊ ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യുന്ന എന്തിനാണ്? മറ്റൊരാളെ തകർക്കാൻ, അല്ലേ? ഒരു നെഗറ്റിവിറ്റിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരാളുടെ ഇമേജ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യാൻ. അപ്പം AI എന്നുള്ള ടെക്നോളജി ഈസ് വെരി വെരി ന്യൂ. ബട്ട് അതിന്റെ പുറകിലിരിക്കുന്ന മനസ്സ്, അത് യൂസ് ചെയ്യുന്ന മനസ്സ് ഇപ്പോഴും ഒരു പ്രാകൃതമായ നമ്മളൊരു കേവ് മാൻ ആണ്. അപ്പോൾ അവിടെയാണ് ഞാൻ ഈ ഭഗവത്ഗീതയുടെ ഇത് കാണുന്നത്. അപ്പം നോൺ റിലീജിയസ് ഇത് കാണുന്ന ആൾക്കാർ ആ റിലീജിയസ് ആസ്പെക്റ്റ് മാറ്റി വെച്ചിട്ട് അതിലെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഹ്യൂമൻ സൈക്കോളജി മനസ്സിലാക്കുക. നമ്മളുടെ അസ്തിത്വം, നമ്മൾ എന്തിനാണ് ഈ ലോകത്ത് വന്നത്, അത് നമ്മൾ ഏത് റിലീജിയനിൽ വിശ്വസിക്കുന്നവരാവട്ടെ, നമ്മൾ എന്തിനാണ് ഈ ലോകത്ത് വന്നത്, ഈ ലോകം നമ്മൾ പോകുമ്പം ഒരല്പമെങ്കിലും നല്ലതായിട്ട് അല്ലേ ലീവ് ചെയ്തിട്ട് പോവുക. അപ്പോൾ എന്തെങ്കിലും നമ്മുടെ ചുറ്റിനുമുള്ള ആൾക്കാർക്കുള്ള നന്മ. അപ്പോൾ ചിലർ അത് ഫസ്റ്റ് ഫാമിലി ആയിരിക്കാം,
പിന്നെ അത് നമ്മൾ കുറച്ചുകൂടെ വൈഡറായിട്ട് തിങ്ക് ചെയ്യുമ്പം അത് ഞാൻ വിചാരിക്കുന്ന ഒരു സ്പിരിച്വൽ എവല്യൂഷനിൽ വരുന്നത്. പിന്നെ നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റി വിചാരിക്കാം, പിന്നെ ആ കമ്മ്യൂണിറ്റിയും കഴിഞ്ഞിട്ട് നമ്മുടെ കൺട്രി, പിന്നെ അതും കഴിഞ്ഞ് നമ്മൾ ഒരു ലോകം. അപ്പോൾ ഒരു കോട്ട് പറയുവാണെങ്കിൽ ഏതായിരിക്കും ഇൻഫ്ലുവൻസ് ചെയ്തൊരു കോട്ട്? ലോക സമസ്ത സുഖനോ ഭവന്തു എന്നുള്ളതും വസുദൈവ കുടുംബം, ഇത് രണ്ടുമാണ് ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്. കാര്യം എനിക്കൊരിക്കലും ഒരു നമ്മളുടേത് മാത്രം എന്ന് വെച്ചാൽ നമുക്ക് മാത്രമായിട്ട് സന്തോഷിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു ആഫ്രിക്കൻ ടേം ഉണ്ട് ഉബുന്തു എന്ന് പറഞ്ഞിട്ട്, എന്ന് വെച്ചാൽ നമ്മളുടെ ചുറ്റിനുമുള്ളവർ ഹാപ്പി ആയിരിക്കുമ്പോഴേ നമ്മൾ ഹാപ്പി ആയിരിക്കും. അതായത് വി ആർ ഓൾ കണക്റ്റഡ്. അപ്പം നമ്മൾ ഹാപ്പി ആവണമെങ്കിൽ നമ്മളുടെ കൂടെ ഉള്ളവർ, നമ്മുടെ ചുറ്റിനുള്ളവർ, നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മുടെ വൈഡർ കമ്മ്യൂണിറ്റി എല്ലാം ഹാപ്പിയാണ്. അപ്പോൾ നമുക്ക് എല്ലാം ശരിയാക്കാൻ പറ്റില്ല, ബട്ട് നമ്മുടെ ഫസ്റ്റ് സർക്കിൾ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോരുത്തരും ആ ഫസ്റ്റ് സർക്കിൾ ഇൻഫ്ലുവൻസ് ചെയ്യുമ്പോൾ ദാറ്റ് സർക്കിൾ വിൽ ബിക്കം ബിഗർ ആൻഡ് ബിഗർ. അപ്പോൾ അതൊരു വലിയൊരു പോസിറ്റീവ് ചേഞ്ച് ആണ്. ആണല്ലേ. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. ഡോക്ടർ പ്രായമൊക്കെ ആയി, അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഡോക്ടർ എങ്ങനെ ഓർത്തിരിക്കണമെന്നാണ്? പ്രായമായി എന്ന് പറഞ്ഞു ഞാൻ ആദ്യം ഐ എം എഗെയിൻസ്റ്റ് ഏജിസം. അത് നമ്മൾ ഈ സംസാരം തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ജിൽസിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഞാൻ ഏജ് ഒരു ക്രൈറ്റീരിയ ആയിട്ട് ആകുമ്പോൾ ഓക്കെ. എനിക്ക് എൻ്റെ വലിയൊരു ആഗ്രഹം അത് പ്രാവർത്തികമാക്കണമെന്ന് എനിക്കുണ്ട്. കാര്യം നമ്മളെല്ലാവരും ഈ പറഞ്ഞ കണക്ക് പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഏറ്റവും കൂടുതൽ ഞാനൊരു 400 hours ഞാൻ ഏജ് കെയർ സെൻറ്ററിൽ ഞാൻ വോളണ്ടറി വർക്ക് ചെയ്തു. ബിക്കോസ് ആസ് പാർട്ട് ഓഫ് മൈ കോഴ്സ് ഞാൻ ക്ലിനിക്കൽ പാസ്റ്ററൽ എഡ്യൂക്കേഷൻ ചെയ്തു ഈ ഒരു റോളിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിലൊരു 400+ hours എനിക്ക് ഏജ് കെയർ സെൻറ്ററിൽ വർക്ക് ചെയ്യണമായിരുന്നു. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിൽ തട്ടിയ വളരെ അധികം കേസസ് ഉണ്ടായിട്ടുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ കുടുംബം ഇപ്പം പറഞ്ഞ പോലെ അണുകുടുംബമായിക്കോട്ടെ, മൈക്രോ ഫാമിലീസ് ആയി വരുന്നു. കുട്ടികൾക്ക് നമ്മളെ നോക്കാൻ സമയമില്ല, അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അവർക്ക് അവരുടെ കരിയറിൻ്റെ ഇതിൽ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളൊക്കെ ആ ഒരു സ്റ്റേജിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിവിടെ ഓസ്ട്രേലിയയിൽ കണ്ട ഇത് ഓസ്ട്രേലിയയിൽ മാത്രമല്ല ഇന്ത്യയിലും അതിനുള്ളൊരു കെയർ സെറ്റപ്പ് ഇല്ല. അപ്പം ഒരുപാട് കെയർ സെൻറ്റേഴ്സ്, ഇപ്പം നന്നായിട്ട് വർക്ക് ചെയ്യുന്ന പല കെയർ സെൻറ്റേഴ്സും ജസ്റ്റ് ബേസിക്, ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് നമ്മുടെ മലയാളി സഹോദരങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ അബ്സല്യൂട്ട്ലി ബ്രില്യൻ വർക്കാണ് അവരെല്ലാം ചെയ്യുന്നത്, കെയറേഴ്സും എല്ലാം. പക്ഷേ എന്നാലും ഒരു കെയറിങ്ങിന് അപ്പുറത്തേക്കുള്ള ഒരു നർച്ചറിങ് വളരെ കുറവാണ്. കാര്യം ഫണ്ടമെൻ്റലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും അത് മാത്രമാണ് ചെയ്യുന്നത്. എൻ്റെ വലിയൊരു ആഗ്രഹമാണ് ഒരു ഹെൽത്തി ഏജിങ്. അത് ഞാൻ ബിലീവ് ചെയ്യുന്നത് നമ്മൾക്ക് ഏജിങ് സ്റ്റോപ്പ് ചെയ്യാൻ നമുക്കൊരു മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ബിക്കോസ് നമ്മുടെ ജീൻസിൽ അത് ഇൻകോർപ്പറേറ്റഡ് ആണ്. നമ്മൾ ഏജ് ചെയ്യും, ജനിച്ചാൽ മരിക്കും. പക്ഷേ ആ മരണത്തിലോട്ടുള്ള ഒരു യാത്ര എങ്ങനെ ഏറ്റവും നല്ലതായിട്ട് നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഒരു ബോത്ത് മൈ റിസർച്ച് ആംഗിൾ ആസ് വെൽ ആസ് മൈ പാഷൻ. അപ്പോൾ അതിൽ നമുക്ക് എങ്ങനെ എന്തെങ്കിലും ഒരു ഇൻ്റർവെൻഷൻ ചെയ്യാം എന്നുള്ളത് ഒരു വലിയൊരു ഡ്രീമാണ്. അതിന് പറ്റുന്ന ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയോ അല്ലെങ്കിൽ പ്രവൃത്തിയോ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. ഡോക്ടർ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. വളരെ സന്തോഷം. ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞ എനിക്ക് യങ്സ്റ്റേഴ്സിൻ്റെ അടുത്താണ് പറയുന്നത്, പ്രത്യേകിച്ചും നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിലെ യങ്സ്റ്റേഴ്സിൻ്റെ അടുത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഓസ്ട്രേലിയ നമ്മുടെ മുന്നിൽ വെച്ച് നീട്ടിയിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. ബിക്കോസ് ട്രഡീഷണൽ പാത്വേയിലേക്കൂടെ മാത്രം, ബിക്കോസ് നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോഴേ ഡോക്ടർ, എഞ്ചിനീയർ, ലോയർ എന്നുള്ള ട്രഡീഷണൽ ആ പാത്വേ മാത്രം നോക്കാതെ ഒന്ന് വിട്ടുമാറി ചിന്തിക്കുക. അതിൽ ഡിഫെൻസിലാവട്ടെ, ഇപ്പം ഞാൻ ഡിഫെൻസിലായതുകൊണ്ട് ഞാൻ അതിനെയാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത്. ബിക്കോസ് വെദർ യു ആർ എ നേഴ്സ് ഓർ എ ഡോക്ടർ ഓർ ലോയർ ഓർ ഫിനാൻസ് ഓർ എഞ്ചിനീയർ, അത് പഠിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിലും തീർച്ചയായിട്ടും ഡിഫെൻസിലേക്ക് നോക്കുക. ബിക്കോസ് ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള ട്രെയിനിങ്, ഇപ്പം അഡ്ഫൈലാണ്, ക്യാൻബറ അഡ്ഫൈൽ ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള കോഴ്സസ്, മറ്റേ ഗ്രാജുവേറ്റ് എൻട്രി കോഴ്സസ് ഉണ്ട്. വളരെ കുറച്ച്, ഞാൻ മലയാളികളെ കണ്ടിട്ടില്ലെന്ന് വേണം പറയാൻ. ഇന്ത്യൻസ് നോർത്ത് നിന്ന്, പഞ്ചാബിൽ നിന്നൊക്കെയുള്ള കുറച്ച് പേരുണ്ട്, പക്ഷെ മലയാളികളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, നിങ്ങൾ കമ്മ്യൂണിറ്റിയും ഈ കൺട്രിയിലോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്ലീസ് ലുക്ക് അപ്പ് കരിയർ ഇൻ ഡിഫെൻസ് ആൻഡ് ഫുള്ളി ഫണ്ടഡ് ആണ്. ഫുൾ എഡ്യൂക്കേഷൻ, നിങ്ങളുടെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് വിത്ത് സാലറിയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാൻസ് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 6 years, 4 to 6 years സർവീസ് ചെയ്യുവാണെങ്കിൽ പിന്നെ യു ആർ ഫ്രീ ടു move on and with all this training you will have a wonderful career going forward. So അതാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് എല്ലാവർക്കും ഓസ്ട്രേലിയയിൽ നല്ലൊരു ദിവസവും അതുപോലെ നല്ലൊരു ലൈഫും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.